ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു ഡേയ്സ് വരാം. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുള്ളത് കാരണം നമ്മുടെ ചെടികൾക്കെല്ലാം വെള്ളം വീഴുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ചെടികൾ ഏതൊക്കെയാണ് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി കൂടെയാണ്. ഇതൊക്കെ കാണുന്നതാണ് നമ്മുടെ ചെടികൾ. ഇതെല്ലാം ഓരോ വെറൈറ്റീസാണ്. ഇവിടെ നമുക്ക് കുറച്ച് സ്ട്രോബെറീസും ഉണ്ട് കേട്ടോ. സ്ട്രോബെറീസൊക്കെ ഫ്ലവേഴ്സായി ഇരിപ്പുണ്ട്. ഇവിടെ കാണിച്ചു തരാം. ഇതവിടെ വെള്ളം വീത്തി. ഇതൊക്കെ എൻ്റെ ഉള്ള എയർ പ്ലാന്റാണ്. എല്ലാ പ്ലാനും കൂടെ ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. വെള്ളം ഞാൻ പെട്ടെന്ന് വീത്തി എൻ്റെ ചെടിയൊക്കെ. അതുകൊണ്ടാണ് ചെടികളുടെ ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് കാരണം. കണ്ട, ഇത് സ്ട്രോബെറിയാണ്. പിന്നെ ഇത് വേറൊരു വെറൈറ്റി കണ്ട. ഇതിൻ്റെയൊക്കെ നമുക്ക് കുറച്ച് വലിയ പ്ലാന്റുകളുണ്ട്. അങ്ങോട്ട് ഞാൻ കാണിച്ചിട്ട് അകത്തേക്ക് പോകുമ്പോൾ കാണിച്ചത്. ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീത്തിയാണ് ഞാൻ അകത്തേക്ക് പോകാറുള്ളത്. യെസ്, ഇത് നമ്മുടെ പേപ്പർ വൈനാണ്. ഇതാ ഈ ഒരു പ്ലാന്റ്, ഇത് നമ്മുടെ പേപ്പർ വൈൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അത്യാവശ്യം നിറച്ച് തൈകളാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ താഴെ ഇട്ടിരുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം എല്ലാത്തിനും നിറച്ച് ലീഫായിട്ടുണ്ട്. ഇനി ഇതിനടുത്ത് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ അത് അവിടെ കാണപ്പെടുന്ന നമ്മൾ സീമൻ്റെ പോലെ ജിഞ്ചർ ലില്ലി എന്നറിയപ്പെടുന്ന പ്ലാന്റ്. പിന്നെ ഇത് കറിവേപ്പിലയാണ്. അതാ ഇത് നമ്മുടെ ഓർക്കിഡ്സൊക്കെ കുറച്ച് ഫ്ലവർ ഓർക്കിഡ് ഇത് അവിടെ വീണ്ടും ഫ്ലവർ ആയിട്ടുണ്ട്. നോർമലി എപ്പോഴും ഓർക്കിഡിൽ ഫ്ലവർ കുറച്ച് കുറവാണ്. നമുക്കിവിടെ ഓർക്കിഡ്സ് കുറച്ച് ഉണ്ട് അത്യാവശ്യം. ബട്ട് നമുക്ക് ഈ ഒരു പ്ലേസിൽ വേറൊരു പ്ലേസിലാണ് നമ്മൾ കുറച്ച് ഓർക്കിഡ്. ഇതെൻ്റെ വീട്ടിലല്ലേ കൂടുതൽ ഓർക്കിഡ് ഉള്ളത്. ഓർക്കിഡ് നമ്മൾ വേറൊരു പ്ലേസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റായി. ഇനി ഇവിടെ ഇത് കുറച്ച് നമുക്ക് വേറെ പ്ലാന്റ്സ് ഇപ്പോൾ ഉണ്ട്. പിന്നെ തെറ്റികൾ കുറച്ച് ഉണ്ടോ. ഇതിൻ്റെ പേര് മങ്കി എന്നാണ്. മങ്കി ടെയിൽ എന്ന് പറഞ്ഞ പ്ലാന്റാണ് മങ്കി ടെയിൽ. പിന്നെ ഇവിടെ കാണപ്പെടുന്ന ഇതിൽ കുറച്ച് ഇത് വലിയൊരു കലാത്തിയാണ്. പിന്നെ നമ്മുടെ ടാങ്ക് ജസ്റ്റ് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ വലിയ കലാത്തിയ. പിന്നെ ഈ ടാങ്കിലാണ് അത്യാവശ്യം നമുക്ക് ഗപ്പീസ് ഇപ്പോൾ ഉള്ളത്. കണ്ട, ഇതിലിങ്ങനെ മാറ്റി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ട, ഗപ്പീസ് കണ്ട. കുഞ്ഞു കുറേ ഗപ്പീസുണ്ട്. ഇതൊക്കെ നമ്മൾ നല്ല സെയിലിനുള്ള ഗപ്പീസാണ്. ഇത് പിന്നെ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ആണ്. എനിക്ക് എവിടെയും കൂടുതൽ വാട്ടർ പ്ലാന്റ്സ് ആണ്, കാരണം നമുക്ക് കൂടുതൽ സെയിലായി പോകുന്നതാണ് ഞാൻ കൂടുതൽ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും സെയിലാവുന്നുണ്ട്, ബട്ട് കമ്പാരിറ്റീവ്ലി കുറവാണ് ഇൻഡോർ പ്ലാന്റ്സ്. വാട്ടർ പ്ലാന്റ്സ് ആണ് കൂടുതൽ ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത്. സോ നമുക്ക് വീഡിയോസ് ചെയ്യുന്ന വെച്ചിട്ടൊരു ആ ലെവലിലാണ് കൂടുതൽ പോകുന്നുണ്ട്. ഇവിടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇത് വേറൊരു പ്ലാന്റാണ്. അത് ബൾബ് പ്ലാന്റൊക്കെ ഇപ്പോൾ നമുക്ക് സെയിൽ വളരെ കുറവാണ്. ഇടയ്ക്ക് ഒരു ടൈമിൽ ബൾബ് പ്ലാന്റ് അത്യാവശ്യം പോകുമായിരുന്നു. ജെർബറാസ്. പിന്നെ ഇതിലെ കുഞ്ഞു ഫാനുകളൊക്കെ ഉണ്ട്. ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ വെള്ളം വീത്തുന്ന പ്ലാന്റിൻ്റെ പേര് നമ്മുടെ ഞണ്ണോർക്കിഡാണ്. ഞണ്ണോർക്കിഡിൻ്റെ വലിയ പ്ലാന്റ്സ് ഉണ്ട്. കാണിക്കുന്നത് അതുപോലത്തെ വലിയ പ്ലാന്റ്സൊക്കെ ഉണ്ട്. പിന്നെ ഇത് വേറൊരു നീലപ്പൂ പൂക്കുന്ന ചെടിയാണ്. ഒരു മഞ്ഞപ്പൂ പൂത്തിരിക്കുന്ന ഒരു ചെടി. അത് അതിൻ്റെ പേര് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത്. ഇത് ഞണ്ണോർക്കിഡാണ് കേട്ടോ. ഞണ്ണല്ല, ഡോ ഓർക്കിഡാണ്. യെസ്, ഇതൊക്കെ ഓരോ വെറൈറ്റീസ് ഓർക്കിഡ്സാണ് കേട്ടല്ലേ. ഇതൊക്കെ പലതും നമുക്ക് ഓർക്കിഡ്സ് മാത്രമല്ല, എല്ലാം കൂടെ ഇല കറന്നിരിക്കുന്നത്. ഇത് നല്ല ക്രിസ്മസ് ഒരു ഫ്ലവറാണ്. ക്രിസ്മസ് എന്നറിയപ്പെടുന്നൊരു പ്ലാന്റാണ്. പിന്നെ നമുക്കത് അവിടെ മണി പ്ലാന്റ് ഇത് വല്ലപ്പോഴൊക്കെ ഓർഡർ കിട്ടാറുണ്ട്. മണി പ്ലാന്റ് അതിൽ അത്യാവശ്യം ശരിക്കും പേരുടെ കയ്യിലുള്ളതുകൊണ്ട് അത് ഓർഡർ കുറവാണ്. ഗ്രൗണ്ട് ഓർക്കിഡ്സ്. പിന്നെ നമ്മുടെ ഈ ഒരു വെയിൽ സമയത്ത് കൂടുതൽ പൂക്കൾ തരാറുള്ള ചേച്ചിയാണ് നമ്മുടെ ഇവന്മാർ. ഈ വെയിൽ സമയത്ത് കൂടുതൽ പൂക്കൾ തരാറുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്ലാന്റാണ്. എൻ്റെ പ്ലാന്റിൻ്റെ പേര് നമ്മുടെ പേപ്പർ ചെടി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇത് കണ്ട, ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം വെള്ളം കിട്ടുന്ന സമയത്ത് നല്ല വെയിലുണ്ടെങ്കിൽ അത് ഒരുമാതിരി കരിയും കേട്ടോ. എൻ്റെ ഇല നിറച്ച് തൈകളുണ്ട് ഈ പ്ലാന്റ് നമ്മളിൽ. പിന്നെ ഇത് ഫയർ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നിൽക്കുന്ന പ്ലാന്റ് അത് കുറേ പ്ലാന്റ് ഉണ്ട്. ഫയറിൻ്റെ അത്യാവശ്യം നമുക്ക് പല സൈസിനുള്ളതുണ്ട്. ഫയർ നമ്മളിത് വിത്തിൽ നിന്നൊക്കെ വീടിന്ന് പൊടിച്ച് കുറേ പ്ലാന്റായി ഫയർ ഇപ്പം. അതുകൊണ്ട് നമ്മൾ റേറ്റൊക്കെ കുറച്ച് കുറച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെരിഗേറ്റഡ് ആണ്. ഇതിൻ്റെ ഫ്ലവർ അത് വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. ജെർബറയൊക്കെ വീണ്ടും ഫ്ലവർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡോ ഓർക്കിഡ് ഒരു വലിയ ഫ്ലവർ വെച്ചുകൊണ്ടൊരു പ്ലാന്റ് വരികയാണ്. ഡോ ഓർക്കിഡ് അവന്മാരൊക്കെ പൂത്തി കഴിഞ്ഞു, കുറച്ച് അമേരി ലിലീസ്. പിന്നെ ഇത് പീക്കോക്ക് എന്ന് പറഞ്ഞ കലാത്തിയാണ്. പിന്നെ ഒത്തിരി കലാത്തിയ വെറൈറ്റീസ് തന്നെ ഒത്തിരി ഉണ്ട് നമ്മളതിൽ. ഇവിടെ അതൊരു വേറൊരു പ്ലാന്റ്. പേര് എല്ലാത്തിനും പെട്ടെന്ന് ഓർമ്മ വരില്ല. ഇത് നമ്മളെ പെൻസിൽ വേണ്ടാണ്. പെൻസിൽ വേണ്ട ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് കുറച്ച് റെഡിയാക്കി എടുക്കുകയാണ് പെൻസിൽ വേണ്ടാസ്. ഇത് കനകാംബരമാണ്. കനകാംബരം സെയിൽ അത്ര ആയിട്ടില്ല, മീൻസ് ഞാൻ സെയിലിന് ഇട്ടിട്ടില്ല. വല്ലപ്പോഴൊക്കെ കുറച്ച് പ്ലാന്റ്സ് കാണും. അത് ചിലപ്പോൾ വന്നെടുക്കുന്നവരെ കുറച്ച് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇത് കുറച്ച് ആന്തൂറിയംസ് അങ്ങനത്തെ കളക്ഷൻസാണ്. ഇതൊരു ആകാശമുല്ലയാണ്. ഈ ആകാശമുല്ല 2 പ്ലാന്റ് ഉണ്ട്. വേറെ തിരിപ്പുണ്ട്. ഇത് കുറച്ച് ഓർക്കിഡ്സ് അല്ല, നമ്മുടെ ആന്തൂറിയംസ്. അത് വല്ലപ്പോഴൊക്കെയാണ് സെയിൽ നടക്കാറ്. പിന്നെ ഈ ഒരു പ്ലാന്റ് നമ്മളുള്ളൊരു വെറൈറ്റി പ്ലാന്റാണ്. ഇതിൻ്റെ പേര് ബാറ്റ് ഫ്ലവർ എന്നാണ്. ബാറ്റ് ഫ്ലവർ. പിന്നെ ഇതൊക്കെ അത്യാവശ്യം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ വെള്ളം വീത്തുമ്പോൾ കുറേ എണ്ണത്തിൽ വെള്ളം വീത്താൻ മറന്നു പോകുന്നതാണ് തോന്നുന്നു. ഇത് റെമോ കലേഡിയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതൊന്ന് അത്യാവശ്യം കുറച്ചുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പം അത്യാവശ്യം നിറച്ചുള്ളൊരു പ്ലാന്റാണ് ഈ ഒരു വെറൈറ്റി.
ഇത് അവിടെ നിന്ന് ഇപ്പോൾ ഉള്ളത് അത് വന്നിട്ട് ബാക്ക് ഫ്ലവർ തന്നെയാണ്. ബാക്ക് ഫ്ലവറിൽ അതിൻ്റെ ഒരു 6 വർഷമായ ഒരു വലിയ പ്ലാന്റാണ് ബാക്ക് ഫ്ലവറിൻ്റെ ഈ കാണുന്ന ഇപ്പോൾ നിങ്ങൾ കാണുന്ന പ്ലാന്റ്. ആ സെയിം പ്ലാന്റാണ്, ആ വലിയ പ്ലാന്റാണ് ഇത്. പിന്നെ പീസ് ലില്ലി ഇതൊരു 5 years ആയ പീസ് ലില്ലിയാണ്. ഈ ഇളക്കാതെ വെച്ചിരുന്ന പ്ലാന്റ്സാണ്. കാരണം ഞാൻ ആദ്യം മേടിച്ചിട്ടുള്ള പ്ലാന്റ്സ് എന്നുള്ള രീതിയിൽ അവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യം നമ്മളെടുത്ത തൈകളാണ് ഇത് കാണപ്പെടുന്ന എല്ലാ ബാക്ക് ഫ്ലവേഴ്സും. ചില ബാക്ക് ഫ്ലവറിൽ അത്യാവശ്യം ചില ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്, മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇത് നമ്മളിലുള്ളൊരു ബോൺസായി ആണ്. ബോൺസായി കുറച്ച് വെറൈറ്റീസ് ഞാൻ 2-3 വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്. ബോൺസായി അതിൻ്റെ ഒരു അടിപൊളി വെറൈറ്റിയാണിത്. ഞാനിപ്പോൾ പുറത്ത് നിന്ന് വെള്ളം വീത്തുമ്പോൾ കുറച്ചുകൂടെ അത് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോകാം. ഇതിലിപ്പോൾ കാണിച്ച കാണിച്ച പ്ലാന്റ്സൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞാനിവിടെ നിന്ന് ഇനി പുറത്തേക്ക് എടുത്തിട്ടാണ് നമുക്ക് അടുത്ത് വെള്ളം അടിക്കാനുള്ളത്. കുറച്ച് കഷ്ടമാണ് അത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പുറത്തുള്ള പ്ലാന്റ്സ് കാണാൻ വേണ്ടി പോകാം. പുറത്തുള്ള പ്ലാന്റ്സ് അവിടെ കുറച്ചുകൂടെ വെറൈറ്റീസ് ഉണ്ട്. മീൻസ് ആ ഒരു സൈഡിൽ ഞാൻ കുറച്ച് നട്ടു വെച്ചിട്ടുണ്ട്. അത് രണ്ടുമാണ് ഞാൻ ഇവിടെ നിന്ന് വെള്ളം വീഴുന്നത്. ബാക്കിയൊക്കെ നമുക്ക് അല്ലാതെ സൈഡിൽ നിന്ന് പറ്റും. പിന്നെ ഇതിൽ ഒരു ദിവസം വെള്ളം കിട്ടിയില്ല, ചില ചെടികളൊക്കെ കരിഞ്ഞുണ്ട്. ഇതെന്നും ഫ്ലവർ കിട്ടുന്നതാണ് സ്റ്റാർ. ഞാൻ വെച്ച് വെള്ളം ഓഫായി. പിന്നെ ഇത് കണ്ട നമ്മളെ ഓർക്കിഡ്സ്. പിന്നെ ഇത് കൂവ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വെറൈറ്റിയാണ്. അത് നല്ല ഫ്ലവർ ഉണ്ട്, നല്ല മഞ്ഞ ഫ്ലവറുണ്ട്. പിന്നെ വെള്ളം വീത്തി കൊണ്ട് ഈ ഫ്ലവേഴ്സിനെ കാണാനൊരു പ്രത്യേക സന്തോഷമാണ്. ഇത് വേറൊരു ഫ്ലവർ. കുറേ വെറൈറ്റീസ് ഉണ്ട്, ഒത്തിരി വെറൈറ്റീസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇനി കുറച്ച് നമ്മളെ വേറെ കുറച്ച് ഫ്ലവേഴ്സ് ഉള്ളതുണ്ട്. ഈ ഒരു സൈഡ് എത്തുമ്പോൾ ഇവിടെ ഇത് വേറൊരു വെറൈറ്റീസാണ്. ഇതൊക്കെ ഇതിൻ്റെ തന്നെ ഇങ്ങനെ കണ്ടോ ഫ്ലവർ ഉണ്ട്. അതിൻ്റെ വെള്ളം വീത്തുന്നതിൻ്റെ ഉണ്ട് ഫ്ലവേഴ്സ്. എങ്ങനെയുണ്ട് ഈ വെറൈറ്റി? നമ്മളിൽ 2-3 ഉണ്ട്. ഇപ്പം ഞാൻ കാണിച്ചതിൻ്റെ വെറൈറ്റി ആണിത്. ഇത് പ്രയർ പ്ലാന്റാണ്. പ്രയർ പ്ലാന്റൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ്. പിന്നെ ഇത് നമ്മുടെ പീസ് ലില്ലിയിൽ അത് വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ്. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത് പിന്നെ നല്ല സൂപ്പർ പ്ലാന്റാണ്. ഇതൊരു അത്യാവശ്യം വലിയൊരു പൂ വരുന്ന പ്ലാന്റാണ് ഇതൊക്കെ. ഇത് നമ്മളിങ്ങനെ ഭംഗിക്ക് വെച്ചിരിക്കുന്ന പ്ലാന്റ്സാണ് ഇതൊക്കെ. എല്ലാം ഭംഗിക്ക് വെച്ചിരിക്കുന്നതല്ല, പേര് മെൻഷൻ ചെയ്യാത്ത അറിഞ്ഞുകൂടത്തോണ്ട് ചിലർക്ക് അങ്ങനെ. ഇത് ബ്ലാക്കാണ് നമ്മുടെ അതിൻ്റെ. ഇത് ഞാൻ അവിടെ കാണിച്ച ഫയർ പ്ലാന്റാണ് ഞാൻ ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഫയർ പ്ലാന്റ്. ഇത് ബാമ്പു ആണ്. ഇത് ചിലതിൻ്റെ പേര് ഓർമ്മയില്ല, അതുകൊണ്ട് കഷ്ടപ്പെടുകയാണ്. ആ ഒരു സൈഡ് ഞാൻ ഇങ്ങനെ കുറച്ച് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ കഴിയും. പിന്നെ ഇനി അങ്ങോട്ട് നമുക്ക് അവിടെയാണ് കൂടുതൽ വേറെ പ്ലാന്റ്സ് ഉള്ളത്. വീഡിയോ കാണുന്നവർക്കറിയാം അവിടെ ഏതൊക്കെ പ്ലാന്റ്സ് ഉണ്ടെന്ന്. ഇത് നമ്മുടെ ബാമ്പു ആണ്. ഈ ബാമ്പു നമ്മളിവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള ബാമ്പൂസാണ്. പിന്നെ അവൻ പിന്നെ ഇവിടെ വേറൊരു പ്ലാന്റ് ഉണ്ട്. ഇത്ര ആയപ്പോൾ നമ്മുടെ പരിപാടീസ് കഴിഞ്ഞ് അങ്ങനെ ഒരു ദിവസം വെള്ളം അടിച്ച് കഴിഞ്ഞു ചെടിക്ക്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഡെയിലി ചെടിക്ക് വെള്ളം അടിച്ചു കൊടുക്കുന്നത്. ഡെയിലി ഇതുപോലെ എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാറ്. ഞാൻ ഈ പറഞ്ഞ ഇതാണ് നമ്മുടെ ആ ബോൺസായി ഉണ്ട്. അത്യാവശ്യം നല്ല ആ ഒരു ഇതായിട്ടുണ്ട് ബോൺസായി. എല്ലാത്തിനും ഇടയ്ക്ക് നിൽക്കുന്നുണ്ടാണ് നിങ്ങൾക്ക് ആ കറക്റ്റ് ഒരു വ്യൂ കിട്ടാത്തത്. അത്യാവശ്യം നല്ല ഒരു ബോൺസായിയുടെ ആ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും അടുത്ത് നിന്ന്. ഞാൻ കുറച്ച് വൃത്തിയാക്കി വയ്ക്കണം. കറക്റ്റ് ഇപ്പോൾ ഇരിപ്പില്ല. കുറച്ച് അങ്ങോട്ട് വീഴുന്നു പോയില്ലല്ലോ. ഓക്കെ, ഇതിൽ നിറച്ച് നമുക്ക് ആ തായ് വേരുകളൊക്കെ ഇറങ്ങി വരുമ്പോൾ കാണാൻ നല്ല രസമാണ്. ഇത് നമ്മളതിൽ സെയിലിനുണ്ട്. ഈ സെയിം പ്ലാന്റ് സെയിലിനുണ്ട്. ഈ സെയിം പ്ലാന്റ് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇതൊരു 10 years ആയ പ്ലാന്റാണ്. അല്ല നമ്മളൊരു വിത്തിനൊരു 1 year ആയിട്ടൊക്കെ ഉള്ളതിന് നമ്മളിതിൻ്റെ കട്ടിങ്സിനാണ് പൊടിപ്പിച്ചെടുക്കുന്നത്. 1 year ആയിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ സെയിലിനുണ്ടാവും. പിന്നെ ഇതാ നല്ലൊരു ഫ്ലവർ ഇപ്പുണ്ട്. പിന്നെ അവിടെ കണ്ട ഫ്ലവർ അതൊക്കെ പറയുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്റ്റ്. പിന്നെ ആ ഒരു സൈഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് വേറെ കുറച്ചുകൂടെ വെറൈറ്റീസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ കുറച്ചുകൂടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ്. ഇങ്ങോട്ട് വന്നിട്ടുമ്പോൾ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ പ്രയർ പ്ലാന്റ് ഉണ്ട്, കുഞ്ഞ് പ്രയർ പ്ലാന്റ്സ്. പിന്നെ അതാ ഇവിടെ നമ്മുടെ സ്ട്രോബെറീസും ഇതൊക്കെ വന്നിട്ട് നമുക്ക് ഇവിടെ വേറൊരു സെക്ഷനാണ് ഉണ്ട് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടെ കാണിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് കാണിച്ചതേ ഉള്ളൂ. പിന്നെ അങ്ങോട്ടൊക്കെ വേറെ കുറേ സെക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഫ്രണ്ട് മാത്രം സെക്ഷൻസ് കാണിക്കാൻ ഉദ്ദേശിച്ചാണ് വീഡിയോ ചെയ്തത്. ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.